നമസ്കാരം. പ്രധാന വാർത്തകൾ. ചൂട് കുറയുന്നു. ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പിൻവലിച്ചു. സംസ്ഥാനത്ത് ചൂട് കുറയുന്നു. കേരളത്തിൽ നിലനിന്നിരുന്ന ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പിൻവലിച്ചു. എന്നാൽ തിങ്കളാഴ്ച വരെ ഉയർന്ന താപനില തുടരുമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരും. വയനാട്, ഇടുക്കി ഒഴികെയുള്ള ജില്ലകളിലാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. SSLC പരീക്ഷയിൽ തോൽക്കുമെന്ന ഭീതി. മലപ്പുറത്ത് 15കാരി ജീവനൊടുക്കി. മലപ്പുറം ചങ്ങരംകുളത്താണ് സംഭവം. പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പ് വീട്ടിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ നിന്നുമാണ് മരണകാരണം പരീക്ഷയിൽ തോൽക്കുമെന്ന ഭീതിയാണെന്ന് കണ്ടെത്തിയത്. ഇന്നലെയാണ് ഓതളൂർ പവദാസന്റെ മകൾ നിവേദിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. SSLC പരീക്ഷാഫലം കാത്തിരിക്കുകയായിരുന്നു നിവേദ്യ. വേനലവധിക്ക് ശേഷം സംസ്ഥാനത്ത് സ്കൂൾ ജൂൺ 3 തുറക്കും. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു. ഇക്കാര്യം ചർച്ച ചെയ്യാൻ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ജൂൺ 3 പ്രവേശനോത്സവത്തോടെ ഈ അധ്യയന വർഷം ആരംഭിക്കും. അതിനു മുന്നോടിയായി സ്കൂളിന്റെ സുരക്ഷ ഉറപ്പാക്കണം. അറ്റകുറ്റപ്പണികൾ നടത്തണം. അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലാ സ്കൂൾ കെട്ടിടങ്ങൾക്കും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കണം. സ്കൂളും പരിസരവും വൃത്തിയാക്കണം. ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കണം. സ്കൂളുകളിൽ നിർത്തിയിട്ട ഉപയോഗശൂന്യമായ വാഹനങ്ങൾ നീക്കം ചെയ്യണം. ഉപയോഗശൂന്യമായ ഫർണിച്ചർ, മറ്റു ഉപകരണങ്ങൾ എന്നിവ നീക്കം ചെയ്യുകയോ പ്രത്യേക മുറിയിൽ സൂക്ഷിക്കുകയോ വേണം. സ്കൂൾ പരിസരത്ത് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും വിൽപ്പനയും നടക്കുന്നില്ലെന്ന് ഉറപ്പാക്കണം. എക്സൈസ് വകുപ്പും പോലീസും നിശ്ചിത ഇടവേളകളിൽ കടകളും മറ്റും പരിശോധന നടത്തണം എന്നും യോഗത്തിൽ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. 400ഓളം സ്ത്രീകളെ പീഡിപ്പിച്ചു. പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ ബ്ലൂ കോർണർ നോട്ടീസ്. കർണാടക ഹസാനിലെ NDA സ്ഥാനാർത്ഥി പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാൻ സാധ്യത. ഇതിനായി CBI അനുമതി തേടിയേക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. നിരവധി ലൈംഗിക പീഡന പരാതികൾ ഉയർന്നതിന് പിന്നാലെ പ്രജ്വൽ ജർമ്മനിക്ക് പറന്നിരുന്നു. 400ലേറെ സ്ത്രീകളെ പീഡിപ്പിക്കുകയും 3000ലേറെ അശ്ലീല വീഡിയോകൾ നിർമ്മിക്കുകയും ചെയ്തിരുന്നുവെന്നാണ് പ്രജ്വലിനെതിരെയുള്ള കേസ്. വീഡിയോ പുറത്തായതിനു ശേഷമാണ് സംഭവം പുറത്തറിയുന്നത്. വീഡിയോ സ്ത്രീകളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്നുവെന്ന ആരോപണവും നേരിടുന്നു. കേസുമായി ബന്ധപ്പെട്ട രേവണ്ണയ്ക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് 700ഓളം പൗരന്മാർ ദേശീയ വനിതാ കമ്മീഷന് കത്തെഴുതി. ബലാത്സംഗ കുറ്റം കൂടാതെ പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തൽ, വസ്ത്രാക്ഷേപം, വീഡിയോ എടുക്കൽ, ഫോട്ടോ എടുക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രജ്വലിനെതിരെ CID ചുമത്തിയിട്ടുണ്ട്. തോക്ക് ചൂണ്ടി പ്രജ്വൽ തന്നെ ബലാത്സംഗം ചെയ്യുകയും മൊബൈൽ ഫോണിൽ വീഡിയോ പകർത്തുകയും ചെയ്തതായി യുവതി പരാതിയിൽ പറയുന്നു. അരളിക്ക് തൽക്കാലം വിലക്കില്ല. റിപ്പോർട്ടുകൾ കിട്ടിയാൽ നടപടി. അരളിപ്പൂവിന് പൂജാകാര്യങ്ങളിൽ തൽക്കാലം വിലക്കില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. പൂവിൽ വിഷാംശമുണ്ടെന്ന ശാസ്ത്രീയമായ ഒരു റിപ്പോർട്ടും കിട്ടിയിട്ടില്ലെന്നും ബോർഡ് അറിയിച്ചു. പൂവിനെതിരായ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും പക്ഷേ റിപ്പോർട്ടുകൾ കിട്ടിയാലേ നടപടിയെടുക്കാനാകൂ എന്നും ബോർഡ് വ്യക്തമാക്കി. അരളിപ്പൂ വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും വ്യക്തമാക്കി. പൂവിൽ വിഷാംശമുണ്ടെന്ന ആധികാരികമായ നിർദ്ദേശം ലഭിച്ചിട്ടില്ല. സർക്കാരോ ആരോഗ്യവകുപ്പോ ഇക്കാര്യം അറിയിച്ചിട്ടില്ല. ബോർഡ് യോഗത്തിൽ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആധികാരികമായി അറിയിപ്പ് കിട്ടിയാൽ മാത്രമേ നിർദ്ദേശങ്ങൾ കൈമാറാനാകൂ. അപകടകരമെങ്കിൽ പൂവ് ഒഴിവാക്കും. ബദൽ മാർഗം പൂജാ വിഷയമായതിനാൽ തന്ത്രിമാരുമായി ആലോചിക്കേണ്ടി വരും. നിവേദ്യത്തിൽ വ്യാപകമായി ഉപയോഗിക്കുന്നില്ല. പുഷ്പാഭിഷേകത്തിനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അന്തിമമായി തീരുമാനമുണ്ടാകും. വിഷയത്തെ ഗൗരവമായിട്ടാണ് കാണുന്നത്. ക്ഷേത്ര പരിസരങ്ങളിൽ അരളി വളർത്തുന്നത് പ്രോത്സാഹിപ്പിക്കില്ല. ഒരു തന്ത്രി നേരത്തെ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുവെന്നും ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു.